എല്ലാവർക്കും നമസ്കാരം. 26 വയസ്സുകാരനായ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിൻ്റെ ആത്മഹത്യ, ഇതിനെക്കുറിച്ചാണ് ഇന്ന് കേരളം സംസാരിക്കുന്നത്. ഈ ആത്മഹത്യയെക്കുറിച്ച് അന്വേഷിക്കാനോ അല്ലെങ്കിൽ ഇതിൽ പറയുന്ന ഈ സൂയിസൈഡ് നോട്ട് വായിക്കാനോ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനല്ല ഇവിടെ ഞാൻ വന്നത് എൻ്റെ വ്യൂ പോയിന്റ്, എൻ്റെ ഒരു പെർസെപ്ഷൻ ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് പറയാനാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ അയാളുടെ ആക്ഷൻ അല്ലെങ്കിൽ അയാൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാരുടെയും ഒരു ആക്ഷനായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. പക്ഷേ ഈ വ്യക്തി ഇങ്ങനെ ഒരു ആക്ഷൻ ചെയ്തു എന്ന് പറഞ്ഞ് ഒരാൾ ഒരു സൂയിസൈഡ് കമ്മിറ്റ് ചെയ്യുന്ന പറയുമ്പോൾ ഇറ്റ്സ് എ ക്രൈം. ഓക്കെ, അങ്ങനെ ഒരു ക്രൈം നടന്നു എന്ന് പറയുമ്പോൾ ഈ ഒരു കൂട്ടത്തിലുള്ള ആൾക്കാർക്ക്, സ്പെസിഫിക്കായി പറഞ്ഞ RSS എന്ന് പറയുന്ന സംഘടനയുള്ള ആൾക്കാർക്ക് ഇയാളെ പുറത്ത് കൊണ്ടുപോയിട്ട് ഉത്തരവാദിത്തമുണ്ട്. ഇനി അതല്ല അയാൾ തെറ്റുകാരനല്ലെന്നുണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട്. ഇതൊന്നും ഒരിക്കലും ഒളിച്ചോടാൻ കഴിയില്ല. ഒരാൾ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ആ ഒരു ഓർഗനൈസേഷൻസിനെ മൊത്തം കുറ്റം പറയുന്ന രീതി ഇല്ലാതാണെന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷൻസ് ഉള്ള ആൾക്കാർ അതേതോ ആയിക്കോട്ടെ, MSF, RSS, കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ഏതോ ആയിക്കോട്ടെ, അതിലുള്ള ആൾക്കാർ തന്നെ ഇങ്ങനെയുള്ള കീടങ്ങളെ പുറത്തെടുത്ത് കളയണം. ഇതൊന്ന് ഓർമ്മപ്പെടുത്താമെന്ന് കരുതി. ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടീനെ പൊക്കാനോ താഴ്ത്താനോ വേണ്ടിയിട്ടുള്ളതല്ല. ആ കുടുംബത്തിൽ മരിച്ചുപോയ വ്യക്തിക്ക് നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.